നമസ്കാരം. ആയുർ വില്ലേജിൽ നിന്ന് റിച്ച് ഫാർമറാണ്. ഇപ്പോൾ റിച്ച് ഫാർമർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ പുറകിൽ കണ്ടോ, ഫെബ്രുവരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ മുണ്ടാമ്പാടാണ്. ഇപ്പോൾ ഏകദേശം 2-2.5-3 മാസം ആവാറായി നമ്മൾ നെല്ലൊക്കെ കൊടുത്ത് സപ്ലൈകോയിൽ കൊടുത്ത് അതിനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത്. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലും മറ്റുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞിരിക്കും. അതായത് ഈ വർഷത്തെ വിളവ് വളരെ കുറവാണ്. ഏകദേശം ഒരു 40 മുതൽ 50% വരെ വിളവ് കുറവാണ്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 1 ഏക്കർ ഭൂമി നെല്ല് പണിതിട്ട് അതിൽ നിന്ന് 45-50 ചാക്ക് കിട്ടാറുള്ള സ്ഥലത്ത് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് വെറും 36 ചാക്ക് നെല്ലാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാണ്. കാലാവസ്ഥാ വ്യതിയാനം, വിത്തിൻ്റെ ഗുണമേന്മ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് വിളവ് കുറവെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് കാലാവസ്ഥയുടെ പ്രശ്നമാണ് പറയുന്നത് കൃഷിഭവനിൽ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഒരു ഇടിവെട്ടേറ്റ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ആ ഒരു അധിക വിളവ് ഇല്ലാതെ തന്നെ കൊടുത്ത നെല്ലിൻ്റെ പൈസ കിട്ടാതിരിക്കുന്നൊരവസ്ഥ. അതാണ് ഞാനിപ്പോൾ ഈ ഒരു പാടത്ത്, ഇവിടെ കിടക്കുന്ന ഈ പാടത്ത് വെറ്റി വരണ്ട് കിടക്കുന്ന ഈ പാടത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഓരോ നെൽകർഷകരുടെയും അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെയും വില്ലൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള സർക്കാർ സംവിധാനമോ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം പൈസ കിട്ടാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം അതായത് ബാങ്കാണ്. അതായത് 2 ബാങ്കാണ് ഇപ്രാവശ്യം കൺസോർഷ്യത്തിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും പിന്നെ കനറ ബാങ്കുമാണ് സപ്ലൈകോയുമായിട്ട് കൺസോർഷ്യത്തിൽ ഏർപ്പെട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ SBI ആണ് കൂടുതൽ കർഷകരും ഒരു വിശ്വസനീയ സ്ഥാപനം എന്നുള്ള രീതിയിൽ SBI ബാങ്കിലാണ് എല്ലാ കർഷകരും അപേക്ഷ ലോണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ കർഷകരെ കഷ്ടപ്പെട്ട് 4 മാസത്തെ അധ്വാനം, അത് പന്നി കുത്തിയോ അല്ലെങ്കിൽ കിളികൾ കൊണ്ടുപോയോ ഒന്ന് നോക്കി, വെള്ളം നോക്കി, വളം നോക്കി, കാര്യങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ചേറിലിറങ്ങി പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവൻ്റെ വിളവ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ കിട്ടാനായിട്ട് ഇത്രയും കാലതാമസം നേരിടേണ്ട ഒരു ദുർഗതിയാണ് ഓരോ കർഷകനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക? എന്തടിസ്ഥാനത്തിലാണ് പ്രോത്സാഹിപ്പിക്കുക? ഇത്തരത്തിലുള്ള ഒരു ദുർഘടം പിടിച്ച ഒരു കണ്ടീഷനിലൂടെയാണ് നമ്മുടെ കാർഷിക മേഖല ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമുക്ക് നെല്ലിൻ്റെ പൈസ കിട്ടാത്തതിൻ്റെ അടിസ്ഥാന കാരണം പല ദിക്കിലും അന്വേഷിച്ചപ്പോഴും പല കാരണങ്ങളാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാനത് അടിസ്ഥാനപരമായിട്ട് അതൊന്ന് അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പൈസ കിട്ടാത്തത്, ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നെല്ല് കൊടുത്തിട്ട് പൈസ കിട്ടാതെ കാത്തിരിക്കുന്ന കർഷകരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പൈസ എത്രയും വേഗം കിട്ടും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം അന്വേഷിക്കുക ബാങ്കിലാണല്ലോ. അപ്പം ഞാൻ ബാങ്കിൽ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡിങ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. സർവീസ് മാനേജറാണ്. ആണോ? അതെ, നെല്ലിൻ്റെ പേടി PRS റെസീറ്റ് കൊടുത്തിരുന്നു, ഫുൾ ഫയലേ. അപ്പം അത് പൈസ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇത് പ്രോസസ് ആകുമ്പോൾ സാധാരണ പ്രോസസ്സിങ് തുടങ്ങുമ്പോൾ തന്നെ 1-2 മെസ്സേജ് ഫോണിലേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുന്നുണ്ട് ആയ ആൾക്കാരെ ഡോക്യുമെന്റ്സ് ഒപ്പിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോളൊന്നും വന്നിട്ടില്ലല്ലോ? കോള് ഇതുവരെ വന്നിട്ടില്ല. SBIയിലെ ഈ ഒന്നാമത് കോർപ്പറേറ്റ് ലെവലിൽ സപ്ലൈകോ ആയിട്ടുള്ള എഗ്രിമെന്റിൽ തന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റ് സൈൻ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫെബ്രുവരിയിലൊക്കെ ഈ ഏപ്രിൽ വരെ വെയിറ്റിംഗ് തന്നെ, ഈ ലിസ്റ്റിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് തന്നെ വന്നത്. അപ്പോൾ ഇതാണ് ബാങ്ക് പറഞ്ഞിട്ടുള്ള, ബാങ്കിലെ ഒരു സർവീസ് മാനേജർ പറഞ്ഞിട്ടുള്ള മുടന്തൻ ന്യായം എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് ലെവലിൽ സൈൻ ചെയ്യേണ്ട ഒരു ഇഷ്യൂ, എന്തോ ആർബിട്രേഷനും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. സാധാരണ കർഷകർ ഇത് കേട്ടിട്ട് ശരി, എന്തോ വലിയ വിഷയമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കാതെ മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ഒരു തൃപ്തി തോന്നാത്ത കാരണം കൊണ്ട് തന്നെ ഞാനത് സപ്ലൈകോയിൽ നമ്മുടെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്ലൈകോയിൽ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചതിൻ്റെ ഒരു രേഖയും കൂടി ഞാനിതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ടും കൂടി നമുക്ക് തിരിച്ചു വരാം. സപ്ലൈകോടെ നമ്മുടെ നെല്ല് സംഭരിച്ച എൻ്റെ PRS കൊടുത്തിട്ട് 24/2 കൊടുത്തിട്ടുണ്ടായിരുന്നത് SBI ആണ് ഇപ്രാവശ്യം കൊടുത്തതേ. അപ്പോൾ അവര് ഇപ്പോഴും ഇപ്പോൾ 2.5 മാസമായി PRS സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും പൈസ പ്രോസസ്സിങ്ങിലാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ വാസ്തവം, എപ്പോഴാണ് കിട്ടുക വല്ല ഐഡിയ ഉണ്ടോ? അല്ല, നിങ്ങളുടെ ലിസ്റ്റിലുള്ള രജിസ്റ്റർ നമ്പർ പറഞ്ഞേ. 12
33 14 ആ 665. അപ്പൊ അത് ഏപ്രിലാണ് അവർക്ക് ലിസ്റ്റ് കൈമാറിയിരിക്കുന്നത്. അപ്പൊ അവര് ഇപ്പൊ എല്ലാ ബാങ്കുകാരും വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് കുറവായിട്ട് അവര് 5 വെച്ചൊക്കെ ചെയ്യുന്നുള്ളൂ. ബാങ്കില് സ്റ്റാഫ് സ്ട്രെങ്ത് കുറവുള്ളതുകൊണ്ടാണല്ലോ. അത് കാരണം അവർ 5 ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്നാ ബാങ്കിൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ വിഷുവിന്റെ സമയത്ത്, ആ സമയത്താണ് വിളിച്ചത് ഇങ്ങനെ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടെ കോപ്പികള്. വിഷുവിന്റെ സമയത്താ കൊടുത്തത്. എന്നാ അവസാനമായിട്ട് പോയത്? ഞാൻ കുറച്ചു നേരത്തെ വിളിച്ചു അവരെന്നെ. പോയില്ല. പോയി നോക്കിയോളൂ. പോവാ നല്ലതല്ലേ. അതായത് നമ്മുടെ പാടശേഖരത്തിൽ തന്നെ ഒരേ സമയം കൊടുത്ത കനറ ബാങ്കുകാർക്ക് അക്കൗണ്ടിലടക്കമൊക്കെ പോയി. കാനറ ബാങ്കിൽ ബാങ്ക് കിട്ടുന്നുണ്ട്. അതിന്റെ വേറെ ഒന്നുമില്ല. കാരണം വെച്ചപ്പോ ഈ 33 ലിസ്റ്റ് SBI 10,000 കർഷകരുണ്ട്. ശരി. ഇപ്പൊ നമ്മളൊരു 100 പേരുടെ ലിസ്റ്റ് കൊടുക്കാന്ന് വിചാരിക്കുക. അതിൽ 100-ൽ ഒരു 85 ആള് SBI അക്കൗണ്ടിലുള്ളവരാ. 10 ആളോ 15 ആളോ ആൾക്കാർ കൂടുതലും SBI-ലാണ് അപേക്ഷിക്കുന്നത്. അത് കാരണം കൊണ്ട് അവർക്ക് എല്ലാവരും കൂടി വരുമ്പോ കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് ഫണ്ട് ഷോർട്ടേജ് ആണോ? ഷോർട്ടേജ് അല്ല. ഇപ്പൊ സ്റ്റാഫ് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കണില്ല എന്നാണ് പറയുന്നത്. ഫണ്ടിന്റെ പ്രശ്നമില്ല. ലോൺ ആണോ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്തിട്ട് അവർ ലിസ്റ്റ് പേ ഓർഡറായിട്ട് അതാത് ബാങ്കുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് SBI ബാങ്കിനും അതുപോലെ കനറ ബാങ്കിനും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്ക് പറഞ്ഞ ന്യായവും ഇതിൻ്റെ സത്യാവസ്ഥ തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ലിസ്റ്റ് കൊടുത്തിട്ടും അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു മാൻ പവർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ വെച്ച് നീട്ടുന്നത്. പ്രോസസ്സിങ്ങിലാണ്. എപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചാലും നമ്മുടെ അപേക്ഷകൾ പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഇത്രയും ടേൺ ഓവറും ഇത്രയും എസ്റ്റാബ്ലിഷ്ഡും ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സ്ഥാപനം, അതായത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നങ്ങൾക്ക് വില തരേണ്ട സമയത്ത് ഇത്രയും നീട്ടി വലിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒരു അനൗചിത്യമാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. അതായത് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇത്രയും ടേൺ ഓവറുള്ള ഇന്ത്യയിലെ നമ്പർ 1 ബാങ്കായിട്ടുള്ള SBI പോലുള്ള ബാങ്കിന് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ ഒരു അഡ്ഹോക്ക് ബേസിൽ ഒരു ടെമ്പററി ആയിട്ട് ഒരു കോൺട്രാക്ട് എംപ്ലോയിനെ വെച്ചിട്ട് 1-2 സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം എവിടെയുള്ളൂ. ഇത്രയും കർഷകരുടെ ദുരിതപൂർണമായ അവരുടെ ഒരു കാത്തിരിപ്പിന് അവസാനം കിട്ടണമെങ്കിൽ ഈ ഒരു 1-2 ആളെ നിസ്സാര ശമ്പളത്തിന് ഇത്രയും വലിയ ബാങ്കിന് വെക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണോ പറയണത്. അപ്പോൾ ഞാനത് ഇന്ന് ബാങ്കിൽ പോയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയണത് അവർ ഹെഡ് ഓഫീസിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാഫിനെ വിട്ടുതരണം. അവർ ഇപ്പം നിലവിലുള്ള സ്റ്റാഫിനെ വെച്ചിട്ട് തന്നെ കിട്ടിയിട്ടുള്ള അപേക്ഷകൾ ഡിവൈഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനാണ് മോളിൽ നിന്നുള്ള ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിന് മുകളിൽ നിന്ന് ഒരു 1-2 കോൺട്രാക്ട് എംപ്ലോയീസിനെ വെച്ചിട്ട് ഈ ഒരു ഇഷ്യൂസിന് ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള പ്രധാന കാര്യം, നമുക്ക് എന്തായാലും അവർ സ്റ്റാഫിനെ വെക്കുകയോ വെക്കാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് തന്നെ ആയാലും നമ്മൾ കൊടുത്ത നെല്ലിൻ്റെ പൈസ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത്, ആരാണോ ബാങ്കിൽ പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന ആരാണോ അവരുടെ ഫയൽ അപ്പം തന്നെ എടുത്തിട്ട് ആ ഫയൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആവശ്യക്കാരന് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ അത് ചോദിക്കാതിരിക്കുന്ന ഒരുപാട് കർഷകരുണ്ടായിരിക്കും. അവർക്ക് പൈസ കിട്ടുമ്പോൾ കിട്ടിയാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് പേര് സാധാരണക്കാർ ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള താലിമാല പോലും പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും കഴിഞ്ഞ വർഷം നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ പൈസ കിട്ടുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമാണ്. നിങ്ങൾ ഏത് ബാങ്കിലാണോ പൈസ കൊടുത്തിട്ടുള്ളത്, PRS കൊടുത്തിട്ടുള്ളത്, ആ ബാങ്കിൽ പോയിട്ട് ഏപ്രിൽ 20 വരെയുള്ള എല്ലാ പേ ഓർഡറും, അതായത് ഓർഡറായിട്ട് ലിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബാങ്കിന് കൊടുത്തിട്ടുണ്ട് അവർ പാസ്സാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാങ്കിന് സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പേരിൽ മാത്രമാണ് ഈ പേയ്മെൻറ്റ് ഇത്രയും ഡിലേ ആയി വന്നിട്ടുള്ളത്. ഇപ്പോഴും ഏകദേശം 3 മാസം 4 മാസമായിട്ടും PRS കൊടുത്തതിന് ശേഷം 4 മാസം കഴിഞ്ഞിട്ടും പൈസ കിട്ടാത്ത ഒരുപാട് കർഷകരുണ്ട്, പ്രത്യേകിച്ച് SBI ബാങ്കിൽ. അതേസമയം കനറ ബാങ്കിലാണെങ്കിൽ പൈസ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 100 അപേക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 85 അപേക്ഷ കൂടുതലും SBIയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി 15 അപേക്ഷ മാത്രമേ നമ്മുടെ കനറ ബാങ്കിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കുറവായതുകൊണ്ട് തന്നെ അവർക്കത് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള എളുപ്പം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കർഷകരുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 1-2 സ്റ്റാഫിനെ പാർട്ട് ടൈമായിട്ട് വെച്ചിട്ട് നമ്മുടെ കൃഷിക്കാരുടെ അപേക്ഷ എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് എത്രയും സ്പീഡാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കി തരിക എന്നുള്ളത് മാത്രമാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ കർഷകരുടെ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പബ്ലിക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോസ് നിങ്ങളുടെ നെൽകർഷകരായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഫോർവേഡ് ചെയ്ത് അയച്ചു കൊടുക്കുക. ഇതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.